നമുക്കിത്തവണ അച്ചൻകോവിൽ കാട് കാണാം, ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നടത്താം, അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു പ്രൈവറ്റ് ഹട്ടിലൊക്കെ കയറി നല്ല അട്ടകടിയൊക്കെ കൊണ്ട് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും കണ്ട് അച്ചൻകോവിൽ ക്ഷേത്രത്തിലും പോവാം. പുനലൂർ തൂക്കുപാലമാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. 1877 ഈ പാലത്തിൻ്റെ പണി കഴിപ്പിച്ചത്. ഏകദേശം 150 വർഷത്തോളമായി. സ്കോട്ടിഷുകാരനായ ആൽബർട്ട് ഹെൻറി ആയിരുന്നു ഈ പാലത്തിൻ്റെ എഞ്ചിനീയർ. അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാറ ആയിരുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. 400 അടിയാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് കല്ലട നദിയാണ്. ഇതിൻ്റെ പില്ലറുകളെല്ലാം അങ്ങ് ഇംഗ്ലണ്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. തടിപ്പണിയെല്ലാം കേരളത്തിലായിരുന്നു. അന്ന് ഈ പാലം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ, ഇതിൻ്റെ അപ്പുറമൊക്കെ കാടായിരുന്നു, കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് സിറ്റിയിലോട്ട് വന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഈ പാലത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക്, ഫോറസ്റ്റിൽ നിന്ന് സിറ്റിയിലേക്ക് കടക്കുന്നതാണ് പാലം. അപ്പം പാലത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ കുലുക്കം കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അത് കാരണം കുലുങ്ങുമ്പോഴത്തേക്ക് ഈ മൃഗങ്ങളൊക്കെ പേടിച്ച് തിരിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബലം ചെക്ക് ചെയ്യാനായിട്ട് 6 ആനകളെ ഈ പാലത്തിലൂടെ കടത്തിവിട്ട ശേഷം എഞ്ചിനീയർ ഹെൻറിയും ഫാമിലിയും താഴെ ബോട്ടിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതാണ് ഈ പാലത്തിൽ എഞ്ചിനീയർക്കുണ്ടായിരുന്ന കോൺഫിഡൻസ്. ഞങ്ങളങ്ങനെ പുനലൂരിൽ നിന്ന് യാത്ര തുടർന്നു. കാട് സൈഡൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന AVT എസ്റ്റേറ്റ് കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നോർമലി നമ്മൾ ഈ അച്ചൻകോവിൽ പോകുമ്പോഴത്തേക്ക് പുനലൂരിൽ നിന്ന് പത്തനംതിട്ട റോഡിൽ അലിമുക്ക് എത്തിയിട്ട് അലിമുക്കിൽ നിന്ന് ആണ് കട്ട് ചെയ്ത് നമ്മൾ അച്ചൻകോവിൽ റോഡിലേക്ക് കയറുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ഈ AVT എസ്റ്റേറ്റും കൂടി കാണാനായിട്ട് വേറൊരു ഡീവിയേഷൻ കട്ടിങ് എടുത്തിട്ട് AVT എസ്റ്റേറ്റിനകത്തൂടെയാണ് പോകുന്നത്. ഇതാണ് അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. അങ്ങനെ കാട്ടിൽ കൂടി യാത്ര തുടരുകയാണ്. അച്ചൻകോവിൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൻ്റെ പരിധി എത്തിയിരിക്കുകയാണ്. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ കാണാം. ഇപ്പോൾ കാടൊക്കെ കയറി തുടങ്ങി. ഇരുട്ടാവുമ്പോഴത്തേക്ക് തന്നെ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല, എങ്കിലും അവിടെ ജസ്റ്റ് ഞങ്ങളൊരു സ്പെഷ്യൽ ടോർച്ചൊക്കെ യൂസ് ചെയ്ത് കാണുകയാണ്. ഞങ്ങൾ ചെങ്കോട്ടയിലേക്കുള്ള ബോർഡർ താണ്ടി തമിഴ്നാട് കയറിയിരിക്കുകയാണ്. കോട്ടവാസലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുമ്പോൾ ഈ യാത്ര എന്നെ കൊണ്ടുപോകുന്നത് കുട്ടയണ്ണനാണ്. കുട്ടയണ്ണന് കോട്ടവാസലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിലായിരുന്നു സ്റ്റേ. ആ പ്രോപ്പർട്ടിയാണ് ഇപ്പം കാണുന്നത്. അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്, ആ മലയൊക്കെ കറക്റ്റ് വ്യൂ ആണ്. അവിടെ നിന്നുള്ള ഞങ്ങളുടെ മോർണിംഗ് കാഴ്ചകളാണ്. രാത്രി ഒരു 12 മണിയൊക്കെ കിടന്ന് ഒരു 6 മണിക്കൊക്കെ എണീറ്റ് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോകാൻ, ഒരു മോർണിംഗ് വാക്കൊക്കെ പോകാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. നല്ല മെസ്മറൈസിങ് വ്യൂ ആണ് ഇവിടെ നിന്ന്. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അച്ചൻകോവിൽ ചെങ്കോട്ട റോട്ടിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു പഴയ ക്ഷേത്രമൊക്കെ ഉണ്ട്. കുറ്റാലത്ത് നിന്ന് ഇവിടെ നിന്ന് 24 കിലോമീറ്ററാണ്. വനപാത തന്നെയാണിത്. രാവിലെ ആയതുകൊണ്ട് അധികം റിസ്ക് ഒന്നുമില്ല. ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ ഞങ്ങൾ നടന്നെത്തി. ഞങ്ങൾ ട്രക്കിംഗ് തുടങ്ങുകയാണ്. ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടിയാണ് ഈ കാട്ടിലേക്ക് കയറുന്നത്. പയ്യെ മുകളിലേക്ക് കയറുകയാണ്. അധികം മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. തെറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കോടയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് പ്രകൃതിയുടെ സൗന്ദര്യവും കൂടി വരികയാണ്. നമുക്കിതൊക്കെ കുറച്ചും കൂടി തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂസാണ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് വ്യൂ ആയിട്ടില്ല. മഷ്റൂംസ് ഒക്കെ കാണാം.
കാട്ടുപോത്തൊക്കെ വരുന്ന ഒരു ഏരിയയാണിത്. ഒരു ചെറിയ മൗണ്ടൈൻ്റെ മുകളിലാണ്. ഈ പ്രകൃതിയുടെ ഒരു ഒറിജിനൽ സൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. മഷ്റൂംസൊക്കെ കണ്ടോ? സൂര്യനൊക്കെ നേരത്തെ കാണിച്ച ലെവൽ വെച്ച് പൊങ്ങി പൊങ്ങി വരുമല്ലേ. ഇത് കണ്ടോ, ഇത് ഈ കമ്പിനകത്ത് നിന്ന് ആ കാറ്റ് കാരണം ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അത് ഇനി കാണിച്ചു തരാം. കമ്പിന് ഹോൾസ് ഉണ്ട്. ഇത് കണ്ട് അറിഞ്ഞാൽ പോരാ, സത്യത്തിൽ ഒന്ന് ഫീൽ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ കാടിനെ ഇഷ്ടമുള്ള ആരും ഇങ്ങനെയൊക്കെ ഒന്ന് ലൈഫ് ടൈമിലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ കൊല്ലത്തിൻ്റെ ബോർഡറിൽ തൊട്ടടുത്തൊരു 100 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തെത്താറായി. കാലിൽ അട്ട കടിച്ച് മുറിഞ്ഞത് കണ്ടോ? ആകെ ഒരൊറ്റ കടിയേ കിട്ടിയുള്ളൂ. അത് സാധാരണ കുറവാണ്, മൊത്തത്തിൽ ചോരയൊക്കെ ആവേണ്ടതാണ്. എന്നാൽ ഈ കോസ്റ്റ്യൂമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് കണക്ക് ക്രോക്സ് മോഡലൊക്കെ ഇട്ടുകൊണ്ട് വന്ന്, അതൊന്നുമല്ല, ഷൂസൊക്കെ ഇട്ടാണ് ഈ ട്രക്കിങ്ങിനൊക്കെ പോകേണ്ടത്. അങ്ങനെ ട്രക്കിംഗ് തീർന്നു, ഒരു ഷോർട്ട് ട്രക്കിംഗ് തീർന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇതാണ് ആ ചെക്ക് പോസ്റ്റ്, കൊല്ലം ബോർഡർ. അതാണ്ട് ചെങ്കോട്ടയിൽ നിന്ന് അച്ഛൻ കോവിലിലേക്കുള്ള ബസ്സൊക്കെ പോവുകയാണ്. KSRTC ബസ്സാണ് നമ്മുടെ. രാവിലെയും വൈകിട്ടുമൊക്കെയാണ് ബസ്സുള്ളത്. ഉച്ച സമയത്തൊക്കെ പോയാൽ പെട്ടുപോകും. ഇതാണ് ആ ബോർഡർ, റോഡ് കണ്ടോ, ഡിവിഷൻ. ഇപ്പോൾ തമിഴ്നാട്. പനയാണ്, പന. ദൂരെ ദൂരെ നല്ല കാഴ്ചകളാണ്. ഞങ്ങളങ്ങനെ പ്രോപ്പർട്ടിയിലേക്ക് തിരികെ എത്തി. ഇത് അവിടെ അടുത്തുള്ളൊരു കടയിൽ അവൈലബിൾ ആയിട്ടുള്ള സൂപ്പാണ്. വെറും 10 രൂപയേ ഉള്ളൂ ഈ സൂപ്പിന്. ഇതൊക്കെ വെച്ചാണ് തോന്നുന്നത് സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇതാണ് ആ കട. ഇനി നല്ലൊരു അടിപൊളി റോഡിലൂടെ ഒരു യാത്ര നടത്താനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ തെങ്കാശി എന്നൊക്കെ പറയുന്ന കണക്കുള്ള ആ സൈഡ്, തമിഴ്നാട് മലനിരകളുടെ ഒരു ആ വ്യൂ ഉള്ള ഒരു വഴിയിലൂടെ ഒരു യാത്ര നടത്താനായിട്ട് പോവുകയാണ്. ആ റോഡ് കംപ്ലീറ്റ്. അപ്പോൾ അതൊന്ന് സ്പീഡിൽ നിങ്ങൾക്ക് ആ യാത്രയിൽ നിങ്ങളെയും കൂടി കൊണ്ടുപോകാം. ഞങ്ങളുടെ സഞ്ചാരത്തിന് വഴിമുടക്കിയായി കുറച്ച് പേർ വന്നിരിക്കുകയാണ്. വീണ്ടും അവരെയൊക്കെ കടന്ന് യാത്ര തുടരുകയാണ്. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നുകൊണ്ട് അധികം കുഴപ്പമില്ല, വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. ഒരു ഡാമുണ്ട് ഇവിടെ, ആ ഡാം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഡാമിൻ്റെ പേര് എന്താണോ എന്തോ മറന്നുപോയി.
ഇങ്ങനത്തെ ഒരു കുട്ടി തെങ്ങുകളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. ഈ ഒരു കുഞ്ഞു വഴിയിലൂടെയാണ് ഈ ഡാമിലേക്ക് എത്തിപ്പെടുന്നത്. അധികം ആരൊന്നും അങ്ങനെ മുകളിലോട്ടൊന്നും പോകാറില്ല. ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഡാമിൽ നിന്നും മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മുകളിൽ പോയിട്ട് ദാണ്ട് ഇവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കൊച്ച് ഹൗസാണ്. അവിടുത്തെ ഒരു മുതലാളിയുടെ ഒരു സ്റ്റേ സെറ്റപ്പാണ്, ഹോം സ്റ്റേ പുള്ളിയുടെ. വേറെ പ്രൈവറ്റായിട്ട് ആരും വരാറില്ല. ഒരു വിജനമായിട്ടുള്ളൊരു സ്ഥലമെന്ന് പറയാം. നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് വീണ്ടും. ഇതാണ് ആ ഡാമിൻ്റെ കറക്റ്റ് മുകൾ ഭാഗം. അതിലേക്കൂടി നമുക്ക് ഇപ്പം പ്രവേശനമില്ല, അല്ലെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഏറ്റവും താഴെ എത്തി റോഡിലേക്ക് കടക്കുകയാണ്. തിരിച്ചു പോകുന്നു. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ ഈ കുട്ടനാടിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. ഒരു ഹട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വിശ്രമിക്കാനൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു ക്യൂട്ട് ലുക്കാണ്. ഒരു സ്റ്റേജ് പോലെയൊക്കെ ആയിട്ടുണ്ട് അവിടെ. പാറയും മണ്ണ് ഇതൊക്കെ കൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൂളായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. കണ്ടോ, അരുവി പോലെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ എന്നാൽ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല ഫ്ലോ ഒക്കെ കാണും. എനിക്കാണെങ്കിൽ പണ്ടത്തെ ഒരു സിനിമയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്ന് ഒരുക്കി വെച്ചില്ലേ. ആ സിനിമയിൽ ആ നായിക ആ പാട്ടും പാടി ഇങ്ങനെ ഫോറസ്റ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോകുമല്ലോ. ആ ഒരു ഫീലാണ്, ആ ഒരു ആംബിയൻസാണ് കിട്ടുന്നത്. നല്ല ഉഗ്രം മരങ്ങളൊക്കെയാണ്. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഒരു കാടിൻ്റെ പുത്രനായിട്ട് കുറച്ച് ദിവസമൊക്കെ തന്നെ താമസിച്ചിട്ട് പോകാം. സത്യത്തിൽ നമ്മൾ മൊബൈലും അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. മൊബൈലുമായിട്ട് റേഞ്ച് ഉണ്ട് ഇവിടെയൊക്കെ, ബട്ട് സ്റ്റിൽ മൊബൈലൊന്നും യൂസ് ചെയ്യരുത്. എങ്കിൽ മാത്രമേ ഇതുമായിട്ടൊക്കെ ഇഴുകിച്ചേരാൻ പറ്റൂ നമുക്ക്. കുറേ പണിക്കാരൊക്കെ ഉണ്ട്, കവുങ്ങ് കൃഷി ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ വേറൊരു വഴിയിലേക്ക് പോവുകയാണ്. ചെറിയൊരു ഡ്രൈവ്, കുഞ്ഞു വഴിയാണ്. അപ്പം മറ്റൊരു എൻഡിലെത്തി. ഇത് ഒരു പാറയ്ക്കകത്ത് ഒരു മരം, അതിൻ്റെ വേരൊക്കെ പാറയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് അതിർത്തി വേർതിരിക്കുന്ന കല്ല്. നമ്മുടെ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും വനവും തമ്മിലുള്ള അതിർത്തി കല്ലാണിത്. അപ്പുറത്ത് വനമാണ്. കാട്ടുചിലന്തിയൊക്കെ കണ്ടോ, ഇത് എന്തിൻ്റെയൊക്കെ തലയൊട്ടി അസ്ഥികൂടം എല്ലൊക്കെ കിടക്കുന്നു. മ്ലാവായിരിക്കും. ഒരു ഉഗ്രൻ മരമാണ്. ഞങ്ങൾ നടന്ന് ഇങ്ങനെ റോട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് പോലെയാണിത്. ഇത് പണ്ടത്തെ ഈ പ്രോപ്പർട്ടിക്കകത്തുള്ള ഒരു ടാങ്കായിരുന്നു, വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാനായിട്ട്. അവിടെയാണ്, അങ്ങോട്ടാണ് നമ്മുടെ സ്റ്റേയിങ് ഏരിയ. ഇതവിടെ ഒരു വെറുതെ ഒരു ടെൻ്റായിട്ട്
ഞങ്ങളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വഴിയിലൊക്കെ വണ്ടിയൊക്കെ പോലീസോ ഫോറസ്റ്റോ ആൾക്കാരോ എന്താണെന്നറിയില്ല, മയിലിനെയൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു, കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. അതിലേക്ക് പോകാൻ കുറച്ച് നടത്തമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്, പ്രകൃതി രമണീയമായ. വെള്ളം ഒക്കെ കുറവുള്ളൊരു സമയമാണിത്, കാരണം മഴയൊന്നും അധികം ഇല്ലല്ലോ. ബട്ട് സ്റ്റിൽ എന്നിട്ടും ഇത്രയും വെള്ളം മഴക്കാലത്ത് അതീവ മനോഹരമായിരിക്കും. സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ടാണ് പണിഞ്ഞിട്ടേക്കുന്നത്, പ്രകൃതിയോട് ഇഴുകിച്ചേർന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ നടന്ന് എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടം, യെസ്, വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ വെള്ളം വന്ന് വീഴുന്നിടത്ത ഷേപ്പ് കുംഭം പോലെയായിരുന്നു, അങ്ങനെയാണ് കുംഭാവുരുട്ടി എന്ന് പേര് വന്നത്. പണ്ട് ഭയങ്കര റിസ്കി ആയിരുന്നു, പിന്നെ കല്ലും മണ്ണും ഒക്കെ ഇട്ട് നികത്തി. ഇപ്പോൾ റിസ്ക് ഫാക്ടർ കുറവാണ്. ഈ കുംഭാവുരുട്ടിയുടെ വെളിയിൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അവിടെ മയിലുകളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. അതായത് ഒരു മയിൽ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു മയിൽ നിൽപ്പുണ്ട്, അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും. കാണ്ടേ അപ്പുറത്ത് വേറൊരുത്തൻ അവിടെ പീലി വിടർത്തി ഡാൻസാണ്, ഡാൻസേ നിർത്തുന്നില്ല, ഭയങ്കര ഡാൻസാണ്. രണ്ട് മയിലുകളിങ്ങനെ അടികൂടി ഞങ്ങൾക്ക് കുറച്ച് പീലികളൊക്കെ കിട്ടി. പീലികളുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്. കാട്ടിലൂടെ നേരെ ഇരുട്ടി വരികയാണ്. ആ വഴിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ്. ഒരു മസ്ജിദോ നമസ്കാരപ്പള്ളിയോ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതാണ് അച്ചൻകോവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങൾ അച്ചൻകോവിൽ എത്തിയിട്ട് ആ ടൗണിൻ്റെ അടുത്തുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് കാണുവാണ്. അവിടുത്തെ ആറെത്തി നടന്ന് ആറ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ വനം തന്നെ ആയിരിക്കാം. ഇനി അപ്പുറത്തൂടെ വല്ല ബ്രിഡ്ജോ റോഡോ ഉണ്ടോ ഏതാണെന്നറിയില്ല. എങ്കിലും ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വനപ്രദേശത്തിനകത്തൂടെ പോകുന്നൊരു ആറ് പോലെ ഉണ്ട്. കണ്ടോ എന്ത് രസമാണ്, നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു വ്യൂ പോലെ. ഒരു കാട്ടുപന്നി തിരിച്ചുള്ള വഴിയിൽ ഇങ്ങനെ നമ്മൾ ദൂരത്തുനിന്ന് സ്പോട്ട് ചെയ്തു. എങ്ങാനും ചാടി വന്ന് ആക്രമിക്കുകയോ എന്തോ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു ധൈര്യത്തിൽ അങ്ങ് പോവുകയാണ്. ഇതാണ് അച്ചൻകോവിൽ പോലീസ് സ്റ്റേഷൻ. ഇത് അച്ചൻകോവിൽ ടൗൺ. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കുറച്ച് ലോഡ്ജൊക്കെ ഉണ്ട്. ഇങ്ങനെ മയിലുകൾ എല്ലായിടത്തും ഉണ്ട്.
അങ്ങനെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ അടുത്ത് തന്നെ PWDയുടെ റെസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ഇതാണ് അച്ചൻകോവിലിൽ നിന്ന് പുനലൂരിലേക്കുള്ള അവസാനത്തെ ബസ്. 6:30 എന്തോ ആണ് സമയം. അങ്ങനെ ഈ ഗംഭീര യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്.